ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തേങ്ങാച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കിയ അരി ഞാനൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ, ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ 4 കപ്പ് അരി എടുത്തത് കൊണ്ട് നമുക്ക് 8 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. തിളച്ച വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന റെസിപ്പി തന്നെയാണിത്, എങ്കിലും നമ്മുടെ ചാനലിലൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബീഫിൽ മസാല പുരട്ടി വെക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതിലോട്ട് ആവശ്യമായ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെയ്ത് മൂടി വെച്ച് കൊടുക്കണം. അടുപ്പിൽ നിന്നും വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കണം. അരമണിക്കൂറെങ്കിലും നമുക്ക് ഇതുപോലെ വെക്കണം. അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴന്നു വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, കുരുമുളക് എന്നിവ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ഇതിൽ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാല പുരട്ടി വെച്ച ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ നമുക്കൊന്നുകൂടി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്.
ഞാനിവിടെ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബീഫ് കറിയും തേങ്ങാച്ചോറും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.